ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാനൊരു ചായക്ക് അടിപൊളി പലഹാരമാട്ടോ. കർമുറാന്ന് കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണിത്. നല്ല ടേസ്റ്റുമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം വീട്ടിൽ തന്നെ. ഇത് കേടുകൂടാണ്ട് ഒരു മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് നമുക്കിവിടെ മൈദയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ മൈദപ്പൊടിയാണ് വേണ്ടത്. ഞാൻ ഒരു കപ്പ് 250 ml ഒരു കപ്പ് മൈദപ്പൊടി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതൊരു 7 പൂരിയൊക്കെ ഇത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. മൈദയിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ചെറിയൊരു മധുരം ഉണ്ടാവും. പിന്നെ ഒരു നുള്ളുപ്പ്, മധുരം ബാലൻസ് ചെയ്യാനുള്ള കുറച്ച് ഉപ്പ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് ഇതുപോലെ കുഴച്ചെടുക്കണേ. ഇതുപോലെ കുഴച്ചെടുക്കുക. നെയ്യും പഞ്ചസാരയും എല്ലാം ഇതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ പഞ്ചസാര നമുക്ക് ചെറിയൊരു മധുരം ഇതിലുണ്ടാവുള്ളൂ. കുറച്ച് നന്നായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണും കൂടി ഏറെ ഇടാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ കട്ട കെട്ടുന്ന പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേണ്ടത് പിന്നെ ഇളം ചൂടുവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ അതുവരെ നമ്മൾ നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു ഇളം ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. ചപ്പാത്തീൻ്റെ മാവൊക്കെ നമ്മൾ കുഴയ്ക്കൂലേ, അതുപോലെ തന്നെ ഇത് കുഴച്ചെടുക്കുക കേട്ടോ. നമുക്കിനി കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച്, വെള്ളം അധികം ആവാൻ പാടില്ല. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണേ. ഇതുപോലൊന്ന് നല്ല സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുറച്ചധികം നേരം തന്നെ നമുക്ക് ഒന്ന് കുഴച്ചാൽ നമുക്ക് നല്ല മാവ് നല്ല സ്മൂത്തായി കിട്ടും. അതുവരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുഴച്ചെടുക്കാൻ പോവുകയാണേ. മുഴുവനായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി മാവ് എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ടിട്ട് വരുമ്പോഴും ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണിത്. പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി കഴിയും. അങ്ങനെ ഞാനെല്ലാം ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി അതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിയട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം, പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ബോൾസ് ആക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ചെറിയ ഒത്തിരി മാവേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ബോൾസൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊന്ന് ബോൾസ് ആക്കി നോക്കാം. ഒരുപാട് വലിപ്പമൊന്നും വേണ്ട. ഒരു 5 ബോളിന് ഞാൻ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചപ്പാത്തി പരത്തുന്ന പോലെ നമുക്കൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു വലുപ്പത്തിൽ ഞാനിവിടെ പരത്തിയെടുക്കുകയാണ്. പൊടി ഇട്ടിട്ട് മൈദപ്പൊടി തൂവിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഈ മൈദ ആയത് കാരണം നമ്മൾ എത്ര പരത്തിയാലും കുറച്ചിങ്ങനെ വലിഞ്ഞ് നിൽക്കും. അതുകൊണ്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ പരത്തി എടുക്കുക കേട്ടോ. ഇതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 5 എണ്ണം ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 5 എണ്ണം വെച്ചിട്ട് 5 എണ്ണം പരത്തി വെച്ചതിന് ശേഷം ആദ്യത്തെ ചപ്പാത്തി ഇതിലേക്ക് എടുക്കുക. ചപ്പാത്തി എടുത്തിട്ട് നമുക്കിതിലേക്ക് നെയ്യാണ് ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ സ്പൂൺ വെച്ചിട്ട് ഒഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഉള്ളിൽ നന്നായിട്ടൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വെക്കാം കേട്ടോ. പക്ഷേ നെയ്യ് വെച്ച് കഴിഞ്ഞാലാണ് നല്ലൊരു ടേസ്റ്റാണ്. അതിനോണ്ട് തന്നെ നെയ്യ് തന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്ക് എത്തത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദേൻ്റെ പൊടിയില്ലേ, നമ്മൾ പരത്താൻ ഉപയോഗിച്ച ആ പൊടി കുറച്ച് വെതറി കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ എല്ലാ സ്ഥലത്തും വെതറി കൊടുക്കുകയാണ്. അപ്പോൾ വെതറി കൊടുത്തിട്ട് നമ്മൾ ഈ ബ്രഷ് തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്നും കൂടി ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ മൈദപ്പൊടി നിൽക്കും. അതുപോലെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ രണ്ടാമത്തെ ചപ്പാത്തി ഇതിൻ്റെ മുകളിലേക്ക് വെക്കണം കേട്ടോ. ഇതുപോലെ ഏകദേശം നമ്മൾ ഒരേ ലെവലിൽ തന്നെ പരത്തിയെടുക്കാൻ നോക്കുക ചപ്പാത്തി. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് ഒരേ ഷേപ്പിൽ പരത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഒരു പാത്രത്തിൻ്റെ എന്തെങ്കിലും അടപ്പ് വെച്ചിട്ടോ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്തെടുത്തോളേ. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യുന്നു. ഞാൻ ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെയാണ് ഈ 5 ചപ്പാത്തിയും മുറിച്ചെടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നെയ്യ് ഓരോന്നും കഴിയുമ്പോൾ ഇതുപോലെ നെയ്യ് നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് പിന്നെ കുറച്ച് പൊടി മുകളിലേക്ക് ഇട്ടിട്ട് മൈദപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അങ്ങനെ ഞാൻ 5 എണ്ണം ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 5 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കണ്ട 5-മത്തെ ലാസ്റ്റാണ്. ഇതും കൂടി വെച്ചിട്ട് ഞാൻ 5-മത്തതും കൂടി വെച്ച് കാണിച്ചു തരാം.
ബ്രഷ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ബ്രഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെയ്യ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഉള്ളിൽ. അപ്പോൾ അഞ്ചാമത്തെ ചപ്പാത്തിയും കൂടി വെച്ചിട്ടുണ്ട്. കണ്ട ഇത്ര വെച്ചിട്ട് അപ്പോൾ ഏകദേശം ഞാൻ ഒരേ ഷേപ്പിലാണ് പരത്തിയെടുത്തത്. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ. ഇനി ഇത് നമ്മൾ ഈ 5 കൂടി വെച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കണം. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ നന്നായി പ്രസ് ചെയ്തിട്ടൊന്ന് മടക്കുക കേട്ടോ. ഇതുപോലെ ചുരുട്ടിയെടുക്കുക, മടക്കുക എന്നല്ല ചുരുട്ടിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്യുക കേട്ടോ. പ്രസ് ചെയ്തിട്ട് അഴിഞ്ഞു പോകരുത്, അതിന് വേണ്ടിയിട്ടാണ് നന്നായി ഒന്ന് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ചുരുട്ടിയെടുത്തു. കണ്ട ഒന്ന് ടൈറ്റായിട്ട് തന്നെ ചുരുട്ടിയെടുക്കുക കേട്ടോ. ലാസ്റ്റ് ഒന്നും കൂടി ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കത്തി വെച്ചിട്ട് ഫസ്റ്റിലത്തെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഇത് കളയൊന്നും വേണ്ട, നമുക്ക് ലാസ്റ്റിലേക്ക് തന്നെ അത് പരത്തിയെടുക്കാം. ഇനി ഇതൊന്ന് കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. കുറച്ച് നേർമയായിട്ടാണല്ല, കുറച്ച് കട്ടിയിൽ തന്നെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണ്ടേ. കണ്ട ഏകദേശം ഇത്ര വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തോളൂ. അപ്പോൾ ഞാനിതുപോലെ എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ എനിക്ക് ഏകദേശം ഒരു 7 എണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഒരു 250 ml കപ്പിന് 1 കപ്പ് പൊടി എടുത്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് 7 എണ്ണം കിട്ടിയിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ചപ്പാത്തിൻ്റെ പലകേൻ്റെ മുകളിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ പരത്തിയെടുക്കുക, ഇതുപോലെ നേരെ തന്നെ വെക്കുക. ചപ്പാത്തി ആ മാവ് നേരെ വെച്ചിട്ട് നമുക്ക് മെല്ലെ ഒന്ന് ചപ്പാത്തി പരത്തുന്ന പോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഇത് ഒരുപാട് വലുതാക്കി പരത്തണ്ട കേട്ടോ. നമുക്ക് ഏകദേശം ഇത്ര വലുപ്പത്തിലൊന്ന് പൂരീൻ്റെ ഒരു വലുപ്പത്തിൽ പരത്തിയാൽ മതി. ഒരുപാട് നൈസായിട്ട് പരത്തണ്ട കേട്ടോ. കുറച്ച് തിക്കോട് കൂടിയിട്ട് പരത്തിയെടുക്കുക. പിന്നെ നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് വലിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഇതിൽ പരത്തി നമ്മൾ എടുത്ത് വയ്ക്കുക. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ അതൊന്ന് വലിഞ്ഞ് ഒന്നും കൂടി അത് ചെറുതാവും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ പരത്തിയിട്ട് പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കുക. ഓരോന്നോരോന്ന് ഈ പരത്തുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാം ഒരേപോലെ ഞാൻ പരത്തിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കറുമുറാന്ന് കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ്. ഒന്നും ആവില്ല. നമ്മൾ നല്ലൊരു കണ്ടെയ്നറിൽ, എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലാക്കി വെച്ചാൽ നമുക്ക് നന്നായിട്ട് കുട്ടികൾക്ക് പറയുമ്പോഴും പിന്നെ ആരെങ്കിലും വരുമ്പോഴൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റും. അല്ല ഇതുപോലെ പരത്തി എടുത്ത് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് നിങ്ങൾ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഓയിൽ നല്ലോണം തിളച്ച് വരണം. ഇതുപോലെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഒട്ടുമൊന്നുമില്ല കേട്ടോ. അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഓയിൽ തിളച്ചോന്ന് ഞാൻ നോക്കിയതാണ്. ചെറിയൊരു ബോളായിട്ട് ഈ മാവ് ഇട്ട് കൊടുത്തപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് നല്ല തിളയ്ക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ട് നല്ല പൊങ്ങി വരും മുകളിലേക്ക്, ഇങ്ങനെ എണ്ണേൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നതായി കാണാം. കണ്ടോ, നല്ല ലെയറായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നതായി കാണാം. എന്നിട്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടിട്ട് നല്ലോണം അത് ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്ന വരെ നമുക്ക് മെല്ലെ ഗ്യാസ് വളരെ പതുക്കെ നല്ല സിമ്മിലാക്കി കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക 2 ഭാഗവും. അപ്പോൾ തന്നെ നല്ല നല്ല ഞെരിഞ്ഞിട്ട് നല്ല കറുമുറാന്നാവണം കേട്ടോ. അതിനാണ് നല്ലോണം ഉള്ളി വേവണം എന്ന് പറയുന്നത്. ഇത് ലെയർ ആയതുകൊണ്ട് തന്നെ ഉള്ളി വേവാൻ കുറച്ച് നേരം എടുക്കും. അപ്പോൾ നിങ്ങൾ ഹൈ സ്പീഡിലിടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും പുറേ ഭാഗം. അപ്പോൾ അതല്ലാണ്ട് മെല്ലെ ഇട്ടിട്ട് തന്നെ നമ്മളിത് വറുത്തെടുക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. നല്ല മധുരം ഉണ്ടാവും, ഒരു ലൈറ്റ് മധുരവും ഉണ്ടാവും. ഈ സ്നാക്സിന് നല്ലൊരു മധുരം ഉണ്ടാവും. ഒരുപാട് മധുരം ഇല്ലെങ്കിലും ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല രസമാണ്. അതുപോലെ ഞാനെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചട്ടി ചെറുതായത് കാരണം ഇത് രണ്ടും കൂടി ഒന്നിച്ച്, നിങ്ങൾക്ക് വലിയ ചീനച്ചട്ടിക്കാണെങ്കിൽ 3-4 എണ്ണമൊക്കെ ഒന്നിച്ചിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ആ ടൈം കിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് 2 എണ്ണം തന്നെ ഇടാൻ പറ്റുന്നുള്ളൂ ഈ ചട്ടിയിൽ. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഞാനിതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുകയാണേ.
കുറച്ച് നല്ല അധികം ഗോൾഡൻ കളർ ആയിക്കോട്ടെ, എന്നാലേ ഉള്ളിൽ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. നമുക്ക് ഒന്ന് കയ്യിൽ വെച്ചൊന്ന് അങ്ങനെ ഒടിച്ചാൽ പപ്പടം പോലെ അത് പൊടിഞ്ഞു വരും. അത്രയ്ക്ക് ഉള്ളിൽ ഫുള്ള് വെന്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ഇത്. എന്നിട്ട് ഇതുപോലെ എടുക്കുക. അടിപൊളി പലഹാരമാണ്. നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ പലഹാരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചെറിയൊരു മധുരവും നല്ലൊരു ഉപ്പും മധുരവും ഒക്കെ കൂടിയൊരു പലഹാരമായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുമാണ്. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. നല്ല വീഡിയോ ആണ്. അടിപൊളി സ്നാക്സാണ്. നിങ്ങളിനി സ്നാക്സ് ഉണ്ടാക്കണം. കണ്ട കൈ വെച്ച് പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നല്ല പൊടിഞ്ഞ് വരും. അത്രയും നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി വീഡിയോയിൽ ഞാൻ വരും. ഇത് നമുക്ക് എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ നമ്മൾ കുപ്പീൻ്റെ കണ്ടെയ്നറിലോ എന്ത് കണ്ടെയ്നറിലോ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ നമുക്ക് ഇത് പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.